ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് NI10 എന്നുള്ളതാണ്. അപ്പോൾ NI10ൻ്റെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുക. NI10 എന്ന് പറയുമ്പോൾ ഇതൊരു ഓട്ടോമേഷൻ ടൂളാണ്. അപ്പോൾ ആ ഒരു ഓട്ടോമേഷൻ ടൂൾ യൂസ് ചെയ്താണ് നമ്മൾ ഈ ഒരു ഏജൻറ്റിക് AI ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. നോർമലി NI10 എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഓട്ടോമേഷനാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബിസിനസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിഫറെൻറ്റ് വർക്ക്സിന് വേണ്ടി നമ്മളത് യൂസ് ചെയ്യും. നമ്മുടെ ബിസിനസ്സിൽ വേണ്ട ഒരു കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ NI10 എന്ന് പറയുന്ന ഈ ഒരു ടൂൾ യൂസ് ചെയ്യും. വേറൊരു യൂസ് കേസ് എന്ന് പറയുമ്പോൾ അതായത് NI10 നമുക്ക് 2 വീക്സ് നമുക്ക് ഫ്രീ ട്രയൽ തരും. അപ്പോൾ ആ ഒരു 2 വീക്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒത്തിരി വർക്ക് ഫ്ലോ ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും, ഓട്ടോമേഷൻസ് ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും, നമുക്ക് ഒത്തിരി ഏജൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഇവർ രീതിയിലായിരിക്കും നമ്മുടെ ഒരു എൻറ്റയർ പ്രോസസ്സിൽ ചെയ്യാൻ പോവുക. അതായത് നമ്മൾ ഡിഫറെൻറ്റ് നോഡ്സ് ഒക്കെ കണക്ട് ചെയ്താണ് ഈ ഒരു ഓട്ടോമേഷൻ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഒത്തിരി ട്രിഗേഴ്സും അതേ രീതിയിൽ നോഡ്സൊക്കെ ഉള്ള ഒരു ടൂളാണ്. അപ്പോൾ നമുക്ക് അതെല്ലാം യൂസ് ചെയ്ത് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓട്ടോമേഷൻ ഇതിൽ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ഇത് ഡയറക്റ്റ്ലി കോഡ് ആക്സസും തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ത്രൂ കോഡാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ കോഡ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഓട്ടോമേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഓരോ നോട്ട്സ് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ആ രീതിയിലും വിതൗട്ട് കോഡ് നമുക്ക് ചെയ്യാൻ പറ്റും. സോ അതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്ന് വെച്ചാൽ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഓൾറെഡി ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് മാത്രമല്ല ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയാസിലൊക്കെ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം, നമ്മുടെ ബിസിനസ്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഒത്തിരി CRM-നാണെങ്കിലും അതേ രീതിയിൽ നമ്മുടെ മാർക്കറ്റിങ്ങിനാണെങ്കിലും വേറെ എന്തെങ്കിലും ലോജിക്കലി നമുക്ക് വേറെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടോപ്പിൽ പോയി ജസ്റ്റ് ഒന്ന് ഗെറ്റ് സ്റ്റാർട്ടഡിലേക്ക് അടിച്ചു കൊടുക്കാം. ആക്ച്വലി ഇത് ആദ്യം നമ്മുടെ ബേസിക് ഇൻഫോർമേഷൻ ചോദിക്കും, ഫുൾ നെയിം, കമ്പനി ഇമെയിൽ, അതേ രീതിയിൽ കൺഫർമേഷൻ. അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ഫ്രീ 14 ഡേയ്സ് ട്രയൽ നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് അക്കൗണ്ട് നെയിം ഇട്ട് കൊടുക്കാം. അപ്പോൾ അക്കൗണ്ട് നെയിം എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ടോപ്പിൽ കാണിക്കും ആ ഒരു അക്കൗണ്ട് നെയിം വിത്ത് .app.ni10.cloud എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും വരിക. നമ്മുടെ അക്കൗണ്ട് നെയിം ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് യുണീക്ക് കൊടുക്കേണ്ടി വരും. സോ ഇത് യുണീക്ക് വാല്യൂ ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. ആസ് എ കൈൻഡ് ഓഫ് യൂസർ നെയിം ഈ ഒരു അക്കൗണ്ട് നെയിം നമ്മൾ യൂസ് ചെയ്യത്തില്ല. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇമെയിലും പാസ്വേഡാണ് കൊടുക്കുക. പക്ഷേ ഈ ഒരു അക്കൗണ്ട് നെയിം എന്ന് പറയുമ്പോൾ ഓരോ അക്കൗണ്ടിനും യൂണീക്കായിട്ടുള്ള ഒരു നെയിമാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യാനുള്ളത്. പെട്ടെന്നൊന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ അവിടെ ഡേറ്റാസ് ഇട്ട് കൊടുത്തു. സ്റ്റാർട്ട് ഫ്രീ 14 ഡേയ്സ് ട്രയൽ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ചില ഇൻഫോർമേഷൻസ് ആയിരിക്കും ഇത് നമ്മളോട് ചോദിക്കുക. അപ്പോൾ വാട്ട് ഈസ് യുവർ സൈസ് ഓഫ് കമ്പനി, നമുക്ക് വേണമെങ്കിൽ ഓൺലി മീ, പിന്നെ ഇത് വേണമെങ്കിൽ മാർക്കറ്റിംഗ്. പിന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്താണ് ഫങ്ഷനാലിറ്റി എന്നുള്ള കാര്യങ്ങൾ. എവിടെ നിന്നാണ്, ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് NI10, യൂട്യൂബ്. പിന്നെ ഫോർ കസ്റ്റമർ, ഫോർ മീ പേഴ്സണലി, സബ്മിറ്റ്, ഡൺ. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ടീം മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ ഞാൻ ഇത് സ്കിപ്പ് അടിക്കും. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ ഒരു വീഡിയോയിൽ കിട്ടും. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ഓട്ടോമാറ്റിക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഇവിടെ ടോപ്പിൽ കാണാൻ പറ്റും അതിനാനത് 288. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ കൊടുത്ത അക്കൗണ്ട് നെയിം. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ്. ഈ രീതിയിലാണ് കാണിക്കുക. അപ്പോൾ ഈ ഒരു വർക്ക് സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഏറ്റവും ടോപ്പിൽ 14 ഡേയ്സ് ലെഫ്റ്റ് ഇൻ യുവർ NI10 ട്രയൽ. അപ്പോൾ ട്രയൽ 14 ഡേയ്സ് ആണ് നമുക്ക് കിട്ടുക. പിന്നെ 0 to 100 എക്സിക്യൂഷൻസ് ആണുള്ളത്. അതായത് നമുക്ക് എക്സിക്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഒരു എൻഡ് ടു എൻഡ് എക്സിക്യൂഷൻ, നിങ്ങൾ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്താൽ അതിൻ്റെ എൻഡ് ടു എൻഡ് എക്സിക്യൂഷൻ 1000 എക്സിക്യൂഷനാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണലി ഉള്ള വർക്ക് സ്പേസസ്, ക്രെഡൻഷ്യൽ എക്സിക്യൂഷൻസ് ഒക്കെ ഇവിടെ കാണിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആഡ് പ്രോജക്റ്റ്, പുതിയ പ്രോജക്റ്റ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ അഡ്മിൻ പാനൽ ഉണ്ട്. അപ്പോൾ അഡ്മിൻ പാനൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രയാണ് എക്സിക്യൂഷൻസ് എവിടെ അവൈലബിൾ ആണ്, എത്ര ആക്റ്റീവ് വർക്ക് ഫ്ലോസ് ആണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒക്കെ സംഭവങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യാം, ഒരു ഓപ്ഷനും ഇവിടെ കാണിക്കുന്നുണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബില്ലിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ബില്ലിംഗ് അഡ്രസ്സ്, ബില്ലിംഗ് ഡീറ്റെയിൽ ഒന്നും കൊടുത്തിട്ടില്ല. അതായത് നമുക്ക് ഈ ഒരു 14 ഡേയ്സ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അവിടെ നമുക്ക് ബില്ലിംഗ് അഡ്രസ്സ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ്ലി അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുത്താൽ നമ്മുടെ നേരെ ഡാഷ്ബോർഡിലേക്ക് വരും.
അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ഏജൻറ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനും പറ്റും. പിന്നെ സ്റ്റാർട്ട് വിത്ത് ടെംപ്ലേറ്റ്, നമുക്ക് ടെംപ്ലേറ്റ് വേണമെങ്കിൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം, ആ രീതിയിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ ഒരു ടെസ്റ്റ് സിമ്പിൾ ഏജൻറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം ഏത് രീതിയിലാണ് നമ്മുടെ ഏജൻറ്റ് വരിക എന്നുള്ളത്. കാണാൻ പറ്റും ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചാറ്റ് എന്ന് അടിച്ചു കൊടുത്താൽ ഇവിടെ താഴെ നമുക്ക് ഈ ഒരു ഏജൻറ്റിന് വേണ്ട ഇൻപുട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഹായ് എന്ന് അടിച്ചു കൊടുക്കും. ഓക്കെ, ഞാൻ ഇത് റൺ ചെയ്താൽ ഇവിടെ കാണാൻ പറ്റും ഒരു എറർ കാണിക്കുന്നുണ്ട്. എററിന് സബ് നോഡ് ഓപ്പൺ എ മോഡൽ, അതായത് ഈ ഒരു നോഡിൽ നമുക്ക് ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ, ഡബിൾ ടാപ്പ് ചെയ്താൽ ഇവിടെ കാണാൻ പറ്റും ക്രെഡൻഷ്യൽസ്. ഓക്കെ, സോ ക്രെഡൻഷ്യൽസ് ഫോർ ഓപ്പൺ എ ചാറ്റ് മോഡൽ ഈസ് നോട്ട് സെറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുമെന്ന് വെച്ചാൽ ഓരോ നോഡ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു നോഡിനുള്ള ക്രെഡൻഷ്യൽസ് നമുക്ക് കൊടുക്കണം. ഓക്കെ, നമുക്കിങ്ങനെ റാൻഡംലി ഇങ്ങനെ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓപ്പൺ എ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഓപ്പൺ എ ഏജൻറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പൺ എയുടെ ഒരു ക്രെഡൻഷ്യൽസ് അതെൻ്റെ കയ്യിൽ വേണം. ഓക്കെ, സോ ആ ഒരു ക്രെഡൻഷ്യൽസാണ് ഇതിവിടെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗെറ്റ് 100 ഫ്രീ ഓപ്പൺ എ API ക്രെഡിറ്റ് നമുക്ക് കിട്ടും. സോ അത് വേണമെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാം. സോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 100 ഫ്രീ ഓപ്പൺ എ API ക്രെഡിറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ക്രെഡൻഷ്യൽസ് ടു കണക്ട് ചെയ്ത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് നേരെ ഇവിടെ താഴെ വന്ന് ഹായ് എന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ സെൻഡ് അടിച്ചു കൊടുത്താൽ കാണാൻ പറ്റും ഇവിടെ കാണിക്കുന്നുണ്ട് വെൽക്കം ടു N8N. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഗീവ് ദ മെമ്മറി. ക്ലിക്ക് ദ പ്ലസ് ബട്ടൺ ഓൺ ദ ഏജൻറ്റ് ദാറ്റ് സേസ് മെമ്മറി. ഓക്കെ, മെമ്മറി എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. ചൂസ് സിമ്പിൾ മെമ്മറി, ജസ്റ്റ് ടെൽ മീ വൺസ് യു ഹാവ് ഡൺ ദാറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് അവിടെ സിമ്പിൾ മെമ്മറി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ താഴെ ഡൺ എന്നിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്താൽ സോ ഇത് നിങ്ങൾ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് റീപോസ്റ്റ് മെസ്സേജ് അടിച്ചു കൊടുക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എന്താണ് ഈ ഒരു ഓട്ടോമേഷൻ റൺ ആവുന്നുണ്ട്, എന്നിട്ട് അത് മെമ്മറിയിൽ സേവ് ആവുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സെറ്റപ്പിന് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് സംഭവം സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓവർവ്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ കാണാൻ പറ്റും ഇതാണ് ഫസ്റ്റ് വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്തത് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയൊരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ, നേരത്തെ നമ്മൾ യൂസ് ചെയ്തത് ടെസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ പുതിയൊന്ന് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് വർക്ക് ഫ്ലോ അടിച്ചു കൊടുത്താൽ അതൊരു പുതിയ വർക്ക് ഫ്ലോ ഇവിടെ ഓപ്പൺ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇവിടെ മൊത്തത്തിൽ നമുക്ക് സ്ക്രാച്ചിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. നമുക്കിവിടെ ടോപ്പിൽ വേണമെങ്കിൽ എൻ്റെ പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സോ ഡെമോ വർക്ക് ഫ്ലോ. ഈ ഒരു ഡെമോ വർക്ക് ഫ്ലോ എന്നുള്ളത് നമ്മുടെ N8N എൻവയറമെൻറ്റിൽ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ പറ്റും ഇത് പേഴ്സണൽ എന്നുള്ള ഈ ഒരു സംഭവത്തിലാണ് ഇത് സേവ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് ഡിഫറെൻറ്റ് പ്രോജക്ട്സ് ഉണ്ടെങ്കിൽ ആ പ്രോജക്ട്സിൽ നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡിഫറെൻറ്റ് ടാഗ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ഇവിടെ ടാഗ്സും കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഒരു ബിസിനസ്സിലാകുമ്പോൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. മാർക്കറ്റിങ്ങിനുള്ളത് അതേ രീതിയിൽ, നിങ്ങൾ എന്താണ് ഓപ്പറേഷൻസിനുള്ളത് അതേ HR ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വേർതിരിക്കാൻ പറ്റും ഈ ഒരു ടാഗ് കൊടുത്തിട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പുതിയൊരു ടാഗ് വേണമെങ്കിൽ ആ രീതിയിൽ കൊടുക്കാം, മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ സേവ് ആയിട്ടുണ്ട്. പുതിയൊരു ടാഗ് വേണമെങ്കിൽ ആ രീതിയിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത്, അതായത് എല്ലാ വർക്ക് ഫ്ലോയും സ്റ്റാർട്ട് ആവുന്നത് ഒരു ട്രിഗർ കൊണ്ടാണ്. അപ്പോൾ സംതിങ് ഹാസ് ടു ട്രിഗർ ഇറ്റ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻപുട്ട് വന്നാലാണ് ഈ ഒരു വർക്ക് ഫ്ലോ സ്റ്റാർട്ട് ആവുക. അപ്പോൾ അതാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ള ട്രിഗേഴ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ട്രിഗേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ട്രിഗേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലസ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ഡിഫറെൻറ്റ് ട്രിഗേഴ്സ് കാണിക്കുന്നുണ്ട്. ട്രിഗർ മാനുവലി ഓൺ ആപ്പ് ഇവൻറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു ആപ്പിൽ നിന്ന് വരുന്ന ഒരു ഇവൻ്റ് ആണെങ്കിൽ അതൊരു ട്രിഗറാണ്. ഓക്കെ, അല്ലെങ്കിൽ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും 6 മണി അല്ലെങ്കിൽ 7 മണിക്കൂർ ഷെഡ്യൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റൺ ചെയ്യാം. ആ രീതിയിലാണ്. അല്ലെങ്കിൽ വെബ് ഹോക്ക് കോൾ വെക്കാം, അല്ലെങ്കിൽ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വർക്ക് ഫ്ലോനെ റൺ ചെയ്യാം. അപ്പോൾ ഡിഫറെൻറ്റ് ട്രിഗേഴ്സാണ്. അപ്പോൾ ഏത് ട്രിഗർ വേണമെങ്കിൽ ഇവൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ചാറ്റ് മെസ്സേജസ്. അപ്പോൾ ഒരു ചാറ്റ് മെസ്സേജ് വന്നാൽ അതൊരു ട്രിഗറാണ്. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രിഗേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ആസ് ഓഫ് നൗ ഞാൻ ഒരു ട്രിഗർ മാനുവലി എന്ന് പറയുന്ന ഒരു ക്ലിക്ക് ഈ ഒരു ഓപ്ഷൻ ആഡ് ചെയ്താൽ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ഫ്ലോ റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് വർക്ക് ഫ്ലോ എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, വർക്ക് ഫ്ലോ ഇപ്പോൾ റൺ ആവുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് നമ്മുടെ അടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു ട്രിഗർ നമ്മൾ ആഡ് ചെയ്തിട്ട്. പക്ഷേ ഇത് ഈ ഒരു ട്രിഗർ കൊണ്ട് കാര്യം നടന്നില്ല. ഇത് ഇവിടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ട്രിഗർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പോർട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടെന്ന് മാത്രം. ഓക്കെ,
ഇനിയിപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സിംഗിൾ നോഡാണ്. ഓക്കെ, നോഡ് എന്ന് പറയുമ്പോൾ ഇതൊരു ട്രിഗർ നോഡാണ്. നമ്മുടെ അടുത്ത് ഡിഫറെൻറ്റ് നോഡ്സ് ഉണ്ടാവും. ഓക്കെ, AI നോഡ്, അതേപോലെ തന്നെ ഡേറ്റ ട്രാൻസ്മിഷൻ നോഡ്, ആക്ഷൻ നോഡ് എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് നോഡ്സ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇതൊരു ട്രിഗർ നോഡാണ്. ഓക്കെ, പിന്നെ ഇപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ട്രിഗറിനെ എങ്ങനെയാണ് നമ്മൾ വേറെ നോഡുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലസ് ബട്ടൺ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും ഇവിടെ സൈഡിൽ ഒത്തിരി നോട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ട്സിൽ AI നോഡ്, ആക്ഷൻ ഇൻ ആപ്പ്, ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ, അപ്പോൾ ഡിഫറെൻറ്റ് നോട്ട്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ AI കണക്ട് ചെയ്ത് കൊടുക്കാം. അല്ലാതെ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതായത് ആക്ഷൻ ഇൻ ആപ്പ് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു NI10 നേറ്റീവായിട്ട് വരുന്ന ഒത്തിരി ആപ്സിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ എല്ലാ ആപ്ലിക്കേഷൻസിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിലുള്ളത്, അതായത് നമുക്ക് ഈ ഒരു ആപ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ API കീസ് അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡൻഷ്യൽസ് നമ്മുടെ അടുത്ത് വേണം. ഓക്കെ, NI10 എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സെറ്റപ്പ് ചെയ്ത് തരുമെന്നല്ലാണ്ട് അതിനെ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ക്രെഡൻഷ്യൽസ് ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് എന്നിട്ട് കൊടുക്കാം. ഓക്കെ, ഗൂഗിൾ ഡ്രൈവ്. അപ്പോൾ ഈ ഒരു ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമുക്ക് ഈ ഒരു വർക്ക് ഫ്ലോയിലേക്ക് കൊണ്ടുവരാൻ ഈസിയാണ്. പക്ഷേ ഇത് വർക്ക് ആവത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ക്രെഡൻഷ്യൽസ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ക്രെഡൻഷ്യൽസ് എന്ന് പറയുമ്പോൾ ഓരോ ഗൂഗിൾ ഡ്രൈവ് ആണെങ്കിലും അല്ല ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും അതിൻ്റേതായ API കീസോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈസിയായി സിമ്പിളായിട്ട് ക്രെഡൻഷ്യൽസ് എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് കൊടുത്താൽ മാത്രം ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് റാൻഡം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഗൂഗിൾ ഡ്രൈവ് കൊടുത്തു, അപ്പോൾ ഏത് ഗൂഗിൾ ഡ്രൈവാണ് അത് ആക്സസ് ചെയ്യേണ്ടത്, അത് എവിടെ നിന്നാണ് വരേണ്ടത്, അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ആ ഒരു ഗൂഗിളാണ്. അപ്പോൾ ഗൂഗിളിൻ്റെ നമ്മൾ ക്രെഡൻഷ്യൽ കൊടുക്കും, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഗൂഗിളിനെ ആക്സസ് ചെയ്യാൻ പറ്റും, ഗൂഗിൾ ഡ്രൈവിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് ഇപ്പോൾ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ എല്ലാ ഫയൽ ആക്ഷൻസും നമുക്ക് ഇതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു കോപ്പി ഫയൽ എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നമുക്ക് ഈ ഒരു കോപ്പി ഫയൽ എന്ന് പറയുന്ന ഈ ഒരു ആക്ഷൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രെഡൻഷ്യൽസ് ആദ്യമായിട്ട് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടി വരും. എന്നിട്ട് നമുക്ക് ഏത് ഫയലാണോ ഫോൾഡറാണോ ഏതാണ് വേണ്ടതെന്ന് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഏതാണ് ഓപ്പറേഷൻസ് ഏതാണോ, കോപ്പി ചെയ്യേണ്ടതാണോ, ഡിലീറ്റ് ചെയ്യേണ്ടതാണോ, ഡൗൺലോഡ് ചെയ്യേണ്ടതാണോ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഒരു ട്രിഗർ വരുന്ന മാനുവലി നമ്മളൊരു ട്രിഗർ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫയലിനെ കോപ്പി ചെയ്യാനാണോ അല്ല നമുക്കതിനെ ഡിലീറ്റ് ചെയ്യാനാണോ അല്ല അതിനെ ഡൗൺലോഡ് ചെയ്യാനാണോ, എന്താണ് അതിൻ്റെ ഓപ്പറേഷൻസ് എന്ന് നമ്മളിവിടെ ഇട്ട് കൊടുക്കും. പിന്നെ നമുക്ക് ഒബ്വിയസ്ലി ലൈക്ക് കോപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് എവിടേക്കാണ് കോപ്പി ചെയ്യേണ്ടതെന്ന് ഇവിടെ ഇട്ട് കൊടുക്കാം. ഈ ഒരു NI10 ഈച്ച് നോഡ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സൈഡിൽ ഇൻപുട്ടാണ് വരിക. ഓക്കെ, എന്നിട്ട് നമ്മുടെ കോൺഫിഗറേഷൻസ് ആണ് അതിൻ്റെ സെൻറ്ററിൽ വരിക, എന്നിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ ഔട്ട്പുട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ഏത് ഇൻപുട്ട് വന്നാൽ ഈ ഒരു കോൺഫിഗറേഷനിൽ എന്താണ് ഔട്ട്പുട്ട്, ആ ഒരു രീതിയിലാണ് ഈച്ച് നോഡും NI10 വർക്കാവുക. ആ രീതിയിലാണ് ഇത് വരിക. അപ്പോൾ നമുക്ക് ഈ ഒരു നോഡിനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് സ്റ്റെപ്പ് എന്ന് അടിച്ചു കൊടുത്താൽ ഈ ഒരു നോഡ് എങ്ങനെയാണ് റൺ ആവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സംതിങ് ഈസ് മിസ്സിങ്. ഓക്കെ, സോ അതായത് ഇഷ്യൂസ് പാരാമീറ്റർ ഫയൽ ഈസ് റിക്വയർഡ്, ക്രെഡൻഷ്യൽ ഫോർ ഗൂഗിൾ ഡ്രൈവ് ആർ നോട്ട് സെറ്റ്. അപ്പോൾ ഈ രണ്ട് സംഭവം സെറ്റ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു കംപ്ലീറ്റ് വർക്ക് ഫ്ലോ റണ്ണായി നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു നോഡിനെ ഇവിടെ ഡിലീറ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് ഇതൊരു A നോഡ് ഇടാം. അപ്പോൾ ഞാൻ A എന്ന് പറയുന്ന ഈ ഒരു നോഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒത്തിരി അവൈലബിൾ ആയിട്ടുള്ള A നോഡ്സ് കാണിക്കുന്നുണ്ട്. ഏജൻറ്റ്, ഗൂഗിൾ ജെമിനി, OpenAI, അങ്ങനെ ഒത്തിരി നമുക്ക് LLM കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ OpenAI യൂസ് ചെയ്യും, എന്നിട്ട് ആ ഒരു നോഡിലുള്ള ആക്ഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എന്ത് ആക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, അസിസ്റ്റൻ്റ് ആക്ഷൻ, ടെക്സ്റ്റ് ആക്ഷൻ, ഇമേജ് ആക്ഷൻ, ഓഡിയോ ആക്ഷൻ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ആക്ഷനാണ് എനിക്ക് വേണ്ടത്. ഞാൻ മെസ്സേജ് മോഡൽ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു നോഡിൻ്റെ ഇൻപുട്ട് കോൺഫിഗറേഷൻ അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റെ കയ്യിൽ ക്രെഡൻഷ്യൽസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ക്രെഡൻഷ്യൽസ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് പുതിയൊരു ക്രെഡൻഷ്യൽ ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അവിടെ റിസോഴ്സസ് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ OpenAIയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ടെക്സ്റ്റ് വേണമെങ്കിൽ ടെക്സ്റ്റ്, ഇമേജ്, ഓഡിയോ ഏത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഓപ്പറേഷൻ ഏത് രീതിയിലാണ് വേണ്ടത്, നമുക്ക് മെസ്സേജ് മോഡൽ അല്ലെങ്കിൽ നമുക്ക് ക്ലാസിഫൈഡ് ടെക്സ്റ്റ് ഓർ വയലേഷൻസ് ആ രീതിയിൽ. അപ്പോൾ നമുക്ക് ഇപ്പോൾ വേണ്ടത് മെസ്സേജ് മോഡലിനാണ് വേണ്ടത്. നമുക്ക് ഈ ഒരു മോഡൽ നമുക്ക് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം, ഏത് മോഡലാണ് വേണ്ടത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി മോഡൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്രെഡൻഷ്യൽസ് ഇനാക്റ്റീവ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ക്രെഡിറ്റ്സ് കംപ്ലീറ്റ് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇൻ കേസ് ആ ഒരു കേസാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ OpenAIയിലേക്ക് പോയി അവിടെ നിന്ന്
ഈ ക്രെഡൻഷ്യൽസ് കോപ്പി ചെയ്ത് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ചെറിയൊരു എമൗണ്ട് ആവും. ആ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് API കീസ് ഒക്കെ കിട്ടും. അപ്പോൾ ആസ് ഓഫ് നൗ ഞാനിപ്പോൾ GPT 4.1 മിനി ഞാൻ എടുക്കും. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ആ ഒരു ക്രെഡൻഷ്യൽസ് ഈ ഒരു സംഭവം ഓപ്പൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ OpenAI ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക, OpenAI API. ഓക്കെ, അപ്പോൾ നേരെ OpenAI APIയിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കാണാൻ പറ്റും ലോഗിൻ. അപ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും AI പ്ലാറ്റ്ഫോം ഒക്കെ. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാം. AI പ്ലാറ്റ്ഫോമാണ് വേണ്ടത്. ലോഗിൻ വിത്ത് ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഐ വിൽ ഇൻവൈറ്റ് ടീം ലേറ്റർ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഐ വിൽ ഡു ദിസ് ലേറ്റർ. പിന്നെ ഐ വിൽ ബൈ ക്രെഡിറ്റ്സ് ലേറ്റർ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു API ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡാഷ്ബോർഡ് ഉണ്ട്. അപ്പോൾ ഡാഷ്ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ താഴെ API കീസ് കാണിക്കും. അപ്പോൾ ആസ് ഓഫ് നൗ കീസ് ഇല്ല. ക്രിയേറ്റ് ന്യൂ സീക്രട്ട് കീ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ക്രിയേറ്റ് ന്യൂ സീക്രട്ട് കീ അടിച്ചു കൊടുത്താൽ ഇവിടെ നിങ്ങൾക്ക് പുതിയ സീക്രട്ട് കീ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജൂലൈ എന്നിട്ട് കൊടുക്കും. ക്രിയേറ്റ് സീക്രട്ട് കീ അടിച്ചു കൊടുക്കുക. അപ്പോൾ സീക്രട്ട് കീ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒരു കീ ഞാൻ കോപ്പി ചെയ്തു. എന്നിട്ട് ഞാൻ നേരെ NI10 പോയി അവിടെ നമുക്ക് ക്രിയേറ്റ് ന്യൂ ക്രെഡൻഷ്യൽസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഈ ഒരു കീ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. അത് ഞാൻ സേവ് അടിച്ചു കൊടുക്കും. ക്രെഡൻഷ്യൽ സേവ്ഡ്. ഞാൻ ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു സംഭവം ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സംഭവം ഇവിടെ കാണാൻ പറ്റും. ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ്. ലെറ്റ് ഇറ്റ് ബി ഞാനിപ്പോൾ NI10 ഫ്രീ OpenAI APIs തന്നെ ഞാൻ യൂസ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തിന് ഇവിടെ റിനെയിം വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഡെമോ ജൂലൈ ഇട്ട് കൊടുക്കും. സേവ്. ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് ഡിഫറെൻറ്റ് കീസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ രീതിയിൽ. അപ്പോൾ അവിടെ ഈ ഒരു മെസ്സേജിൽ പ്രോംപ്റ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ പ്രോംപ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇൻപുട്ട് കൊടുത്താൽ എന്താണ് നിങ്ങൾക്ക് ആ ഒരു ഇൻപുട്ടിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ടെൽ മി ദ സ്റ്റോറി ആ രീതിയിൽ ഞാൻ ഇട്ട് കൊടുക്കും. ഞാനിപ്പോൾ എക്സിക്യൂട്ട് സ്റ്റെപ്പ് എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു നോഡ് എക്സിക്യൂട്ട് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടേബിൾ ഫോർമാറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. റോൾ അസിസ്റ്റൻറ്റ് കണ്ടൻറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്കീമ ഫോർമാറ്റിൽ വേണമെങ്കിൽ നോക്കാം. ഇൻഡെക്സ് 0 മെസ്സേജ് റോൾ അസിസ്റ്റൻറ്റ് ഇതാണ് കണ്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ JSON ഫോർമാറ്റിലാണ്. JSON ഫോർമാറ്റിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് തന്ന കണ്ടൻറ്റ് ഇതാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു എല്ലാ സ്കീമ ഞാൻ ജസ്റ്റ് സ്കീമയിലേക്ക് പോകുന്നു വെച്ചാൽ ഇത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയ വേയിൽ നമുക്ക് നോക്കാൻ പറ്റിയ സ്കീമ ഓപ്ഷനിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്കീമ ചൂസ് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ഓരോ നോഡിന് എങ്ങനെയാണ് കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു മെസ്സേജ് മോഡൽ അതായത് നമ്മുടെ OpenAI API ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പുതിയൊരു ഐറ്റമിലേക്ക് ഇതിനെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ സെറ്റ് എന്ന് പറയുന്ന അതായത് എഡിറ്റ് ഫീൽഡ് ഈ ഒരു നോഡിനെ കണക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻപുട്ട് വരുന്നത് നമ്മുടെ OpenAI എന്നാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ആ ഒരു കണ്ടൻറ്റ്. ഷുവർ കുഡ് യു പ്ലീസ് സ്പെസിഫൈ. അതായത് ഈ ഒരു കണ്ടൻറ്റ് നേരത്തെ ഉണ്ടായ ആ ഒരു OpenAIയിൽ നിന്ന് നമുക്കിപ്പോൾ കണ്ടൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഞാൻ പറയും OpenAI റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫീൽഡിന് പേര് കൊടുക്കും. പിന്നെ ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഡ്രാഗ് ആൻഡ് ഇൻപുട്ട് ഫീൽഡ് ഫ്രം ദ ലെഫ്റ്റ് ടു യൂസ് ഹിയർ. അതായത് നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് ഫീൽഡ് വേണമെങ്കിൽ ഇവിടെ ഡ്രാഗ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ പറ്റും എന്നാണ് ഇത് പറയുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫീൽഡിൽ നമുക്ക് വേണ്ടത് കോണ്ടന്റ് ആണ്. അപ്പോൾ ആ കോണ്ടന്റ് ഞാൻ ഇവിടെ ഡ്രാഗ് ചെയ്തിട്ട് കൊടുത്തു. അപ്പോൾ ഇതെന്താവും ഈ ഒരു ഫീൽഡിൻ്റെ പേര് വരുന്ന OpenAI റെസ്പോൺസ് എന്നാണ്. അപ്പോൾ ആ ഒരു ഫീൽഡിൽ വരുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ OpenAIയിൽ നിന്ന് വരുന്ന കണ്ടന്റ് ആണ് ഇതിൻ്റെ വാല്യൂ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഒരു 2 കർലി ബ്രേസിൻ്റെ അകത്ത് വരുന്ന ഈ ഒരു സംഭവം അത് വേരിയബിൾസ് ആണ്. അപ്പോൾ നമ്മൾ വേരിയബിൾസ് ഇത് സെറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ,